തമിഴകത്തിന്റെ മനം കവർന്ന സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അരനൂറ്റാണ്ടോളം നീണ്ട സിനിമാ അഭിനയ ജീവിതത്തിന് തിരശീല ഇടാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഓഗസ്റ്റിൽ പ്രദർശനത്തിനെത്തുന്ന ജയിലർ കൂടാതെ 2 ചിത്രങ്ങളിൽ കൂടി അഭിനയിച്ച ശേഷം സിനിമയോട് വിട പറയുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ജയ് ഭീം സംവിധാനം ചെയ്ത TJ ജ്ഞാനവേലിന്റെ പുതിയ ചിത്രത്തിൽ രജനി നായകനാകും. ലോകേഷിന്റെ ചിത്രത്തിൽ രജനി അഭിനയിക്കുന്നതിന് ധാരണയായെന്നും അത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിരിക്കുമെന്നും പറയപ്പെടുന്നതായും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകനും നടനുമായ മിഷ്കിൻ പറഞ്ഞു. 2017 രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ച രജനി പാർട്ടി രൂപവൽക്കരണത്തോടെ അഭിനയം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതാണ്. എന്നാൽ രാഷ്ട്രീയ പ്രവേശം ഉപേക്ഷിച്ചതോടെ വീണ്ടും അഭിനയത്തിൽ സജീവമാകുകയായിരുന്നു. K. ബാലചന്ദ്ര സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങളാണ് രജനീകാന്തിന്റെ ആദ്യ ചിത്രം. ജയിലർ 169ാമത്തെ ചിത്രമാണ്. 1980കളാണ് രജനിയുടെ അഭിനയ ജീവിതത്തിലെ സംഭവബഹുലമായ കാലഘട്ടമെന്ന് പറയാം. തമിഴകം അംഗീകരിച്ച രജനിയുടെ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തിറങ്ങി. മുരട്ടുകാളെ, പോക്കിരി രാജ, തനിക്കാട്ടു രാജ, നാൻ മഹാനല്ലൈ തുടങ്ങിയ ചിത്രങ്ങൾ പ്രദർശനശാലയിൽ പുതിയ ചരിത്രം കുറിച്ചു. K. ബാലചന്ദർ സ്വയം നിർമ്മിച്ച നെട്രികൾ മറ്റൊരു നാഴികക്കല്ലായി. അമിതാഭ് ബച്ചൻ ചിത്രങ്ങളുടെ റീമേക്കുകളാണ് ഈ കാലഘട്ടത്ത് രജനിയുടെ വളർച്ചയ്ക്ക് കരുത്തായത്. പഠിക്കാത്തവൻ, വേലക്കാരൻ, പണക്കാരൻ, മിസ്റ്റർ ഭരത്, ധർമ്മത്തിൽ തലൈവൻ തുടങ്ങിയ പേരുകളിൽ തമിഴിൽ പുറത്തിറങ്ങി. രജനിയുടെ താരപരിവേഷം ക്രമേണ വാനോളം ഉയരുകയായിരുന്നു. 90കളിൽ മന്നൻ, മുത്തു, ഭാഷ, പടയപ്പ തുടങ്ങിയ ചിത്രങ്ങൾ ആരാധകർക്ക് ഉത്സവമായി. 1993 വള്ളി എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയ രജനി താൻ ചലച്ചിത്രരംഗം വിടുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല. 1995 പുറത്തിറങ്ങിയ രജനി ചിത്രമായ മുത്തു ജാപ്പനീസ് ഭാഷയിൽ ഡബ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമെന്ന ഖ്യാതിയും നേടി. ഈ ഒറ്റ ചിത്രത്തോടെ രജനി ജപ്പാനിൽ ജനപ്രിയനായി. ഏറെ വിദേശ ആരാധകരുള്ള ഇന്ത്യൻ ചലച്ചിത്ര താരങ്ങളിൽ മുൻനിരയിലാണ് രജനിയുടെ സ്ഥാനം.